യെസ് ഹലോ ചോ ഹായ് നമസ്തേ ക്യാ ഹാൽ ചാൽ. എട്ടാം ക്ലാസ്സിലെ ഓണം എക്സാമിന് എട്ടാം ക്ലാസ്സിലെ ഓണം എക്സാമിന് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊരു ചാപ്റ്ററിനെയാണ് നാലാമത്തെ ആ ഒരു ചാപ്റ്റർ എന്ന് പറയുന്ന ബാബ ഒരു ബാബ കി ചടി. ബാബ എന്ന് പറയുന്ന വൃദ്ധനായിട്ടുള്ള ഒരു വ്യക്തിയും അദ്ദേഹത്തിന്റെ ഊന്നുവടിയുമാണ്. ചടി എന്ന് വെച്ചാൽ ഊന്നുവടിയാണ്. ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല, ഓണം എക്സാമിന് ചോദിക്കത്തില്ല. ഞാൻ ഓൾറെഡി കഴിഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ട് 95% ചോദിക്കത്തില്ല, യു ക്യാൻ സ്കിപ്പ്. ബട്ട് ഒരു 5% പോസിബിലിറ്റി ഉണ്ട്. എന്നാൽ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സമ്മറി ഞാൻ പറഞ്ഞു തരാനിരിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്യാം. ബട്ട് സ്റ്റിൽ എന്തെങ്കിലും ചോദിച്ചാലോ അഥവാ ചോദിച്ചാലോ എന്തെങ്കിലും എഴുതാൻ പറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞു തരുന്നത്. സോ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ച് വെച്ചോളൂ, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്തോളൂ. ബാബ ഓർ ബാബ കി ചടി എന്ന് പറയുന്നത് ബാബ ഓർ ബാബ കി ചടി എന്ന് പറയുന്നത് ഗുൽസാർ എഴുതിയിട്ടുള്ള ഒരു ഭാവുകമായിട്ടുള്ള കവിതയാണ്. ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു കവിതയാണ് ഗുൽസാർ എഴുതിയിട്ടുള്ള ബാബ ഓർ ബാബ കി ചടി എന്ന് പറയുന്നത്. जो ബൂഢാപ്പെ और സഹാരെ की अटूट बंधन का ചിത്രം करती है. വാർദ്ധക്യവും വാർദ്ധക്യവും അതുപോലെ തന്നെ ആശ്രയത്തിന്റെയും ആ ഒരു അട്ടൂട്ടായിട്ടുള്ള ബന്ധമാണ്, അതാണ് നമുക്കിവിടെ കാണുന്നത്. कविता की शुरुआत कविതയുടെ തുടക്കത്തിൽ इस बातों से होती है कि बाबा और उनकी छड़ी हमेशा साथ साथ चलते हैं. സോ ഈ ഒരു കവിതയുടെ തുടക്കത്തിൽ നമുക്ക് എന്താണ്, ഉनकी छड़ी. സോ കവിതയുടെ തുടക്കത്തിൽ നമുക്ക് കാണാം ബാബ और बाबा की छड़ी साथ साथ चलते हैं दोनों. ബാബ और बाबा की छड़ी കവിതയുടെ വരികളാണ്. ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ പറയുന്നത് എന്താണ്, സോ എപ്പോഴും എന്താണ് കവിതയുടെ തുടക്കത്തിൽ പറയാണ്, ബാബയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഊന്നുവടിയും എപ്പോഴും ഒരുമിച്ചാണ് പോകുന്നത് എന്നാണ്. കബി ബാബ ചടിക്കോ ബിസ്തർ സെ ഉഡാത്തെ ഹെ. ചിലപ്പോഴൊക്കെ ബാബ എന്ത് ചെയ്യും, ബിസ്തർ ആ ഒരു കിടക്കയിൽ നിന്ന് ആ വടിയെടുക്കും. കാരണം വൃദ്ധനായിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ ബാബ. സോ വൃദ്ധനായിട്ടുള്ള വ്യക്തി, ഇത്രമാത്രം ചിന്തിച്ചാൽ മതി, വൃദ്ധനായിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ച് എന്തില്ല, ഒറ്റയ്ക്ക് നടക്കാൻ സാധിക്കത്തില്ല. ഹി കാൺ വാക്ക് അലോൺ. അപ്പൊ എന്താണ്, വൃദ്ധനാണ് അദ്ദേഹം, വളരെ വൃദ്ധനായിട്ടുള്ള ആളാണ്. സോ വൃദ്ധനാണ്, അതുപോലെ തന്നെ എന്താണ് സോ അദ്ദേഹം ഒരു വൃദ്ധനാണ്, അതുപോലെ തന്നെ വാർദ്ധക്യം ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് നടക്കാൻ സാധിക്കത്തില്ല. ഹി കാൺ വാക്ക് ചൽ നഹി സക്ത. ഓ ചൽ നഹി അഖേല, അതുകൊണ്ട് നോക്കണം, ഒറ്റക്ക് ചൽ നഹി സക്ത. അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് നടക്കാൻ സാധിക്കത്തില്ല. സോ വൃദ്ധനാണ്, ചലനഹി സക്ത, ഒറ്റയ്ക്ക് നടക്കാൻ സാധിക്കത്തില്ല. അതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം. അപ്പൊ അദ്ദേഹത്തിന് സപ്പോർട്ട് എന്താണ്, ഒരു ഊന്നുവടിയാണ്, ഒരു വാക്കിംഗ് സ്റ്റിക്ക് ആണ്. സിംപ്ലി ഒരു വാക്കിംഗ് സ്റ്റിക്ക് ആണ്, ഇതിനെയാണ് ചടി എന്ന് പറയുന്നത്. സിംപ്ലി ഒരു ഊന്നുവടി ഉണ്ടെങ്കിൽ എന്താണ്, അദ്ദേഹത്തിന് നടക്കാൻ സാധിക്കും. സിംപ്ലി ഒരു ഊന്നുവടി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്യാ കർ ദിയാ അങ്ങനെ സിംപ്ലി എന്താണ്, ഒരു ചടിയാണ്. വാർദ്ധക്യത്തിന്റെ ആ ഒരു ഊന്നുവടി നോക്കിയേ, ഒരു ഊന്നുവടി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് സിമ്പിൾ ആയിട്ട് നടക്കാൻ സാധിക്കും. ഊന്നുവടി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് സിമ്പിൾ ആയിട്ട് നടക്കാൻ സാധിക്കും. അപ്പോ ഈ ഒരു ഊന്നുവടിയാണ് അദ്ദേഹത്തിന്റെ ആശ്രയം. അപ്പൊ അദ്ദേഹം ഇതിനെ പിടിക്കുന്നു, അദ്ദേഹം ഇതിനെ പിടിച്ചു കഴിഞ്ഞാൽ എന്തായി, അദ്ദേഹത്തിന് നടക്കാൻ സാധിക്കും. ഇതില്ലെങ്കിൽ അദ്ദേഹത്തിന് നടക്കാൻ സാധിക്കത്തില്ല. അതാണ് ഇവിടെ പറയുന്നത്. നോക്കിയാലോ, എന്താണ് ഇതിനൊരു ആശയം കൂടിയുണ്ട്. പെട്ടെന്ന് ട്വിസ്റ്റ് പറയണോ, ക്ലൈമാക്സ് പറയണമെങ്കിൽ കേട്ടോളൂ. ഇത്രയേ ഉള്ളൂ. ഈ ഊന്നുവടി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് എപ്പോഴും ആശ്രയമാണ്. ഇതില്ലാതെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. പോകുന്ന വഴിക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഈ ഊന്നുവടി അദ്ദേഹത്തിനെ സഹായിക്കുന്നത്. അപ്പൊ അതുപോലെയാണ് ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഊന്നുവടിയാവണം വയസ്സായ ആൾക്കാർക്ക്, അല്ലെ? നമ്മളെല്ലാവരും വൃദ്ധാവസ്ഥയിലേക്ക് പോകും. വൃത്തിയായിരുന്ന ആൾ വൃദ്ധനാവും. സോ ആ ഒരു ചൈൽഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഏറ്റവും അറ്റ് ദ എൻഡിൽ ഒരു ചൈൽഡ് സ്റ്റേറ്റ് ഉണ്ട്. ആ ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ എന്തായാലും വാർദ്ധക്യത്തിലെത്തും. അപ്പൊ ഈ ഊന്നുവടി ആരാണ്, യഥാർത്ഥത്തിൽ ഊന്നുവടി എന്ന് പറയുന്നത് ഒരു പേഴ്സോണിഫിക്കേഷൻ ആണ്. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, മാനവീകരണമാണ്. മാനവീകരണമാണ് പേഴ്സോണിഫിക്കേഷൻ. ഊന്നുവടി എന്ന് പറയുന്നത് ആരെയാണ് സൂചിപ്പിക്കുന്നത്, ഊന്നുവടി എന്ന് പറയുന്നത് മക്കളെയാണ്. സോ മക്കളെയാണ് അവർ സൂചിപ്പിക്കുന്നത്. മക്കളെയാണ് എന്ത് പറയുന്നത്, ഊന്നുവടിയായിട്ട് പറയുന്നത്. അത്രയേ ഉള്ളൂ, അതാണ് അതിന്റെ ആശയം. അവസാനം നിങ്ങളായാലും നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പാരന്റ്സിനൊക്കെ കൂടെ നിൽക്കണം. ആ ഒരു വൃദ്ധനായിട്ടുള്ള വ്യക്തിയുടെ സ്ട്രെങ്ത് ആണ് ആ ഒരു ഊന്നുവടി, അദ്ദേഹത്തിന് നടക്കാനൊക്കെ. അതുപോലെ മക്കളാണ് ഒരു ആൾക്കാരുടെ വൃദ്ധരായിട്ടുള്ള ആൾക്കാരുടെ ഒക്കെ ആശ്രയമായിട്ട്, ചടിയായിട്ട് മാറേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കണം. അതാണ് ഈ കവിതയുടെ ആശയം. സിമ്പിൾ അല്ലേ, ഹംബിൾ അല്ലേ? നോക്കിയേ, എങ്ങനെ പറയാം, അദ്ദേഹം ആ ഒരു വടിയെ എടുക്കുകയാണ് ചെയ്യുന്നത്. തോ കബി ചടി ഉൻകാ ഹാത്ത് പക്കടുക്കർ ഉന്നെ ബാഹറിലേ ആത്തി ഹെ. ചിലപ്പോഴൊക്കെ ആ ഒരു ഊന്നുവടി അദ്ദേഹത്തിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് വരും. യേ റിശ്ത ബരാബരി കാ ഹെ. ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ഈക്വൽ ആണ്. एक कदम जब वो चलता है, एक कदम वो चलता है, एक कदम जब वो चलती है, एक कदम वो चलती है, एक कदम वो चलता है. എന്താണ് एक कदम वो चलती है എന്ന് പറയുന്നത്? ആരാണ് ആദ്യം നടക്കുന്നത് എന്നാണ് ആദ്യം പറയുന്നത്, അല്ലെ? ആദ്യത്തെ ഒരാൾ നടക്കുമ്പോഴാണ് രണ്ടാമത്തെ ഒരാൾ നടക്കുന്നത്. അപ്പൊ സാറേ ഇതിൽ എങ്ങനെയാ മനസ്സിലാക്കാൻ സാധിക്കുക? ചെറിയൊരു ഗ്രാമർ ഉണ്ട്. ഇത്ര മാത്രമേ ഉള്ളൂ. പുല്ലിംഗ ശബ്ദമാകുമ്പോൾ ആ എന്ന ഉച്ചാരണത്തിൽ അവസാനിക്കും. എന്താണ് അവസാനിക്കുന്ന ആ ഐഡിയ ആണുള്ളത്, एक कदम वो चलती है, एक कदम वो चलती
ചലിത്താ ഹേ ആ അല്ലെ ചലിത്താ. ചൽന എന്ന് പറഞ്ഞാൽ നടക്കുക, മൂവ്മെന്റിനെയാണ് പറയാ ചൽന. അപ്പൊ അത് അവസാനിക്കുന്നത് ഏതിലാണ്? ചലിത്താ. ചലിത്താ എന്നതിലാണ് എന്തുള്ളത്? അത് അവസാനിക്കുന്നത് അല്ലെ. സോ അപ്പോൾ എന്താണ്? അത് സിമ്പിൾ പ്രസന്റിൽ പറയുന്നതാണ്. സോ ചലിത്താ എന്ന് അവസാനിക്കുമ്പോൾ ആയാണ്, അത് പുല്ലിംഗ ശബ്ദമാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ബാബ എന്ന് പറയുന്ന വൃദ്ധനായിട്ടുള്ള വ്യക്തി ഒരു മെയിലാണ് അല്ലെ, മെയിലായിട്ടാണ് പറയാം. അപ്പൊ അദ്ദേഹത്തിനെയാണ് രണ്ടാമത് പറഞ്ഞത്. അപ്പൊ ആരാണ് ആദ്യം പോയത്? ചടി എന്ന് പറയുന്ന ആളാണ് വോ ആയിട്ട് ഇവിടെ സൂചിപ്പിച്ചത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇവിടെ ചോദിക്കുവാണെങ്കിൽ ശ്രദ്ധിച്ചോ, ഈ വോ എന്ന് പറയുന്നത് ആരെ ആയിട്ടാണ് ചോദിക്കുക? രണ്ടിലും വോ എന്ന് കാണാം. ചെറുതായിട്ട് ടഫ് തോന്നാം, പക്ഷെ ഒന്ന് മനസ്സിലാക്കി വെച്ചോ, അടുത്ത എക്സാമിനെങ്കിൽ ഉപകാരപ്പെട്ടാലോ. വോ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി വോ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ നമ്മൾ വഹിനെയാണ് പറയുന്നത്. ഓക്കെ, വഹി എന്ന സർവനാം പഠിച്ചിട്ടുണ്ടല്ലോ, പറഞ്ഞടാ. അവൻ, അവൾ, അത് എന്ന് പറയാനാണ് സർവനാം ഉപയോഗിക്കുന്നത്. അവനായിക്കോട്ടെ, അവളായിക്കോട്ടെ, അത് ആയിക്കോട്ടെ. ഓക്കെ, സോ എന്താണ്? ഏകദം വോ ചലിതാ ഹേ, ഏകദം വോ ചലിതാ ഹേ. ഓക്കെ, സോ ഏകദം എന്ന് പറയുന്നതിൽ ഇവിടെ ഒന്നാമത്തിൽ ആരാണ്? ഇവിടെ ആരാണുള്ളത്? വോ എന്ന് പറയുന്നത് ആരെയാണ്? ചടിയാണ്. ഒന്നാമത്തെ പറയുന്നതിൽ ചടിയാണ് പറയുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ്? ചലിത്തി വന്നതുകൊണ്ടാണ്. ചലിത്തി. കാരണം ഞാൻ പറഞ്ഞു ഉച്ചാരണത്തിൽ ഈ എന്ന ഉച്ചാരണം വരുവാണെങ്കിൽ എന്തിനാണ്? നമ്മുടെ സ്ത്രീലിംഗ ശബ്ദങ്ങളാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അത് ഈ ആണ്. അടുത്തത് എന്താണ്? ബാബയാണ് ചലിത്ത എന്ന് പറയുന്നത്. ബാബയാണ്, ബാബ ചലിത്ത. കാരണം അത് ആ എന്ന ഉച്ചാരണമാണ്, അതാണ് പുല്ലിംഗ ശബ്ദമാണ്, മസ്കുലീൻ ആണ്. ഓക്കെ, ഇത് ഫെമിനൈൻ ആണ്, എഫ്. ഓക്കെ, സിമ്പിൾ ഈ നിസ്സാരം. ഓക്കെ, സോ ഏകദം വോ ചലിതാ ഹേ, ഏകദം ചലിത്തി ഹേ. സോ ചലിത്ത എന്ന് പറഞ്ഞാൽ ആരാണ്? ബാബയാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലൈൻ ആണ്. നോട്ട് ചെയ്തോ. സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കവി ചടി കാ മാനവീകരൺ കർത്തേ ഹേ. കവി ചെടിയുടെ ആ ഒരു ഊന്നുവടിയുടെ മാനവീകരൺ, പേഴ്സോണിഫിക്കേഷൻ ആണ് ചെയ്യുന്നത്. ഇതാണ് പേഴ്സോണിഫിക്കേഷൻ. സെറ്റ് അല്ലേ? പേഴ്സോണിഫിക്കേഷൻ, മാനവീകരൺ. സോ കേവൽ ലക്കടി കാ ടുക്കട നെയ്, അത് വെറും എന്താണ്? ഊന്നുവടിയുടെ കഷ്ണമല്ല, മറിച്ച് ഗലി കാ കുത്ത ഭോക്താ ഹേ. തെരുവിലെ നായ്ക്കൾ കുരക്കുന്ന സമയത്ത് തോ ചെടി ഉസേ ഭഗാത്തി ഹേ, ഊന്നുവടി എന്ത് ചെയ്യുന്നു? അതിനെ ഓടിക്കുന്നു. ജബ് ബാബ തക്ക് ജാത്ത ഹേ, എപ്പോഴൊക്കെയാണ് ബാബ എന്താണ്? തക്ക് ജാത്ത ഹേ, ക്ഷീണിക്കുമ്പോൾ. തോ വേ ചെടി പർ മാഥ ഠേക്കർ, ഊന്നുവടിയിൽ തല വെച്ചുകൊണ്ട് ആരാം കർത്തെ ഹേ, റെസ്റ്റ് എടുക്കുന്നു. ചെടി ഉനെ പേടോ പർ ആയ നയാ ഭോറ. ചെടി എന്താണ്? ആ ഊന്നുവടി എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിനെ തെരുവിലെ പട്ടികളൊക്കെ കുരക്കുമ്പോൾ അതിനെയൊക്കെ ഓടിക്കുന്നുണ്ട്. ഒരു പ്രൊട്ടക്ടർ ആയിട്ട് കൂടെ വടി വർക്ക് ചെയ്യുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങി നടന്നപ്പോൾ ഒരു പട്ടി എന്ത് ചെയ്യുന്നു? കുറച്ച സമയത്ത് അതിനെ ഓടിക്കാനൊക്കെ ആരാ നിന്നത്? ആ ചെടിയാണ്. അപ്പൊ ഒരു പ്രൊട്ടക്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ അടുത്ത് എന്താണ്? ചെടി ഉനെ പേടോങ്ക ആയ നയാ ഭോർ മഞ്ചർ, യാനി പുതിയ എന്തുണ്ട്? ഒരുപാട് ബോർ, പുതിയ പൂക്കളൊക്കെ എന്തുണ്ട്? മരത്തിൽ വിരിയുന്നുണ്ട്. അതൊക്കെ ബാബയെ ആര് കാണിക്കുന്നുണ്ട്? നമ്മുടെ ഈ ഒരു ഊന്നുവടി കാണിക്കുന്നുണ്ട്. പൂന്തോട്ടത്തിൽ പോയ സമയത്ത് ബാബ നോക്കൂ, ഇങ്ങനെ തല വെച്ചെടുക്കുമ്പോൾ നോക്കാൻ വേണ്ടി ആ ഒരു ഊന്നുവടി കാണിക്കുന്നുണ്ട്. മാനവ എനിക്ക് ആങ്കോ ബൻ ഗൈ ഹോ, ഒരു കണ്ണുകൾ പോലെയാണ് ആര്? ഈ ഒരു ഊന്നുവടി ബാബക്ക് വേണ്ടിയിട്ടുള്ളത് അല്ലെ. സോ കവിത അന്തേക്ക് മാർമിക് സച്ചായിക്ക് സാത്ത് ഹോത്താ ഹേ. കവിതയുടെ അവസാനം ഒരു സത്യമായിട്ടുള്ള, ഇന്നത്തെ കാലത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ട്രൂത്ത് ആണ് ആ ഒരു കവിത പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ദോനോ മേസെ കോയ് അഖേല ചൽ നഹി സക്താ, രണ്ടുപേരിൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് നടക്കാൻ സാധിക്കത്തില്ല. ഹാത്ത് അഗർ ഛൂട്ടേ തോ ദോനോ ഗിർ പഡ്തേ ഹേ, കൈ വിടുവാണെങ്കിൽ രണ്ടുപേരും വീഴും. ഓക്കെ, സോ യഹാ ജവാൻ, ഇവിടെ എന്താണ് ജവാൻ എന്ന് പറയുന്നത്? യങ് എന്ന് പറയുന്നതാണ്. എക്ക് ജവാ എക്ക് ബൂഡ എന്നൊരു വരിയുണ്ട്. ഒരാൾ യങ് എന്ന് പറയുന്ന ആരാടാ? ചെടിയാണ്, ഊന്നുവടിയാണ്. അതായത് നമ്മളായിട്ടുള്ള ന്യൂ ജനറേഷൻ ആയിട്ടുള്ള പുതിയ ആൾക്കാരാണ് നമ്മുടെ വൃദ്ധരായിട്ടുള്ള ആൾക്കാരല്ല, വയസ്സായിട്ടുള്ള നമ്മുടെ പാരന്റ്സോ ഗ്രാൻഡ് പാരന്റ്സോ അവരൊക്കെ നോക്കേണ്ടത്. और एक बूढ़ा, ഒരാൾ വാർദ്ധക്യത്തിലുള്ള ബൂഢയാണ്. ലേക്കിൻ ദോനോ കാ അസ്തിത്വം एक दूसरे पर निर्भर है, രണ്ടാളുടെയും ഒരു എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്, ആ ഒരു എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് പരസ്പരം ഡിപ്പെൻഡന്റ് ആണ്. ഒരാളില്ലെങ്കിൽ മറ്റൊരാൾക്ക് പോകാൻ സാധിക്കത്തില്ല. ഓക്കെ, ചടി ഇല്ലെങ്കിൽ ബാബക്ക് നിൽക്കാൻ കഴിയില്ല, ബാബ ഇല്ലെങ്കിൽ ചടിക്ക് എന്തിനാ? ചടി വെറുതെ അവിടെ കിടക്കും. രണ്ടുപേരും എന്താണ്? ആ ഒരു ജീവനില്ലാത്തതാകും. കാരണം രണ്ടുപേരും കൂടെ ചേരുമ്പോൾ മാത്രമാണ് അതൊരു ബെറ്റർ സിസ്റ്റം ആയിട്ട് മാറുന്നത്. അല്ലെങ്കിൽ എന്താണ്? ഒരാൾ വെറുതെ നിൽക്കുമ്പോൾ മറ്റൊരാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒരാളില്ലെങ്കിൽ മറ്റൊരാൾക്കും ആവില്ല. ആ ഒരു അട്ടൂട്ട് റിസ്തിയാണ്, പൊട്ടാത്തൊരു ബന്ധമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ദോനോ അപ്നെ ആപ് മേ നിർഭർ ഹേ, പരസ്പരം ഡിപ്പെൻഡന്റ് ആണ്, അതാണ് നിർഭർ. ഈ കവിത ബൂഢാപ്പമേ അഖേലാപ്പൻ, ഈ ഒരു കവിത വാർദ്ധക്യത്തിലെ അഖേലാപ്പൻ, ഒറ്റപ്പെടലും അതുപോലെ എന്താണ്? നിർജീവ് സാത്തി. ഓക്കെ, നിർജീവമായിട്ടുള്ള ആ ഒരു സാത്തി, കമ്പാനിയന്റെ ആ ഒരു മഹത്വത്തെയാണ് കാണിക്കുന്നത്. ജോ ജീവൻ കാ സബ്സെ ബഡാ സഹാര ബൻ ജാത്തി ഹൈ, ജീവിതത്തിൽ ഏറ്റവും വലിയ ആശ്രയമാവുന്ന ആ ഒരു നിർജീവമായിട്ടുള്ള ആ ഒരു സാത്തി ആയിട്ടുള്ള സഹായികനെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സിമ്പിൾ അല്ലേ? റെഡി അല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. ഇതിന്റെ സിമ്പിൾ ആയിട്ടുള്ള മലയാളം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്ന് വായിച്ചു നോക്കാം, ഒന്നുകിൽ സ്ക്രീൻഷോട്ട് എടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ജിമ്മൻ സർ എജുപോർട്ട് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിന്റെയൊക്കെ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് അയച്ചു തരാനുള്ള സെറ്റ് ആയിട്ടുള്ള ഒരു ചാനൽ ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ക്ലാസ് 8ന്റെ ഒരു വാട്സ്ആപ്പ് ചാനൽ ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നേരെ പോയി ജോയിൻ ചെയ്തോ, നമുക്ക് സെറ്റ് ആക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ളത്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഫൈനൽ റെഡി അല്ലേ? ഓക്കെ, താങ്ക് യു ബച്ചോ, മിൽത്തെ ഹേ, ടാറ്റ.